വരകളിലൂടെ അവൾ സുന്ദരമാക്കിയത് ഇന്ത്യയിലെ ചേരികളെയായിരുന്നു. അർഹിച്ച ആ കരങ്ങളിൽ തന്നെയാണ് ഇന്ന് ലോക ഗവൺമെന്റ് സമ്മിറ്റിൽ $1 മില്യൺ, ഏകദേശം 9 കോടി രൂപയിലധികം വില വരുന്ന ക്യാഷ് പ്രൈസോടുകൂടിയുള്ള ഗ്ലോബൽ ടീച്ചർ അവാർഡ് ദുബായിയുടെ രാജകുമാരൻ ഷെയ്ഖ് ഹംദാൻ നൽകിയത്. ഇത് റൂബിൾ നാഗിയുടെ കഥ. ജമ്മുകാശ്മീരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു റൂബിൾ നാഗി. ചെറുപ്പം മുതൽ തന്നെ നിറങ്ങളും ചിത്രങ്ങളും തന്നെയായിരുന്നു അവളുടെ കൂട്ട്. കാലം കഴിഞ്ഞു അവൾ ലണ്ടനിൽ പഠനത്തിനായി പോയി. പിന്നീട് ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ആർട്ട് എക്സിബിഷനുകൾ നടത്തി. വിജയവും പ്രശസ്തിയും അവളെ തേടി വന്നു. പക്ഷേ ഒരു ദിവസം അവൾക്കൊരു വെളിപാട് വന്നു. ഇതുകൊണ്ട് എനിക്ക് ആളുകളുടെ ജീവിതം മാറ്റാനാകുമോ? അങ്ങനെ അവൾ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലേക്ക് നടന്നു നീങ്ങി. അവിടെ കണ്ടത് ദാരിദ്ര്യവും വിദ്യാഭ്യാസവും ലഭിക്കാത്ത കുട്ടികളും നിറമില്ലാത്ത മതിലുകളുമായിരുന്നു. അന്ന് അവൾ തീരുമാനിച്ചു, ഇവിടെ നിന്നാണ് എൻ്റെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നതെന്ന്. ആദ്യമായി അവൾ ജീർണിച്ചതും പഴയതുമായ മതിലുകളെ നിറങ്ങളാൽ പെയിന്റ് ചെയ്തു. പഠനം ഉപേക്ഷിച്ച കുട്ടികൾ വീണ്ടും പുസ്തകങ്ങളിലേക്ക് തിരിച്ചു. വർഷങ്ങൾക്കിപ്പുറം അവളുടെ പ്രവർത്തനം ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പ്രചോദനമായി മാറിയ അവൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും വലിയ അംഗീകാരങ്ങളും ലഭിച്ചു. ഇപ്പോഴിതേ 1,00,000-ലധികം എൻട്രി കിട്ടിയ ഈ അവാർഡിൽ വിന്നറായി അഭിമാനമായി റൂബിൾ നാഗി. പ്രശസ്തിയിൽ ആറാടി വിദേശത്ത് ജീവിതം ആസ്വദിക്കാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും ഇന്ത്യയുടെ തെരുവിലേക്കിറങ്ങി കുട്ടികളെയും ചേരികളെയും നിറം പിടിപ്പിച്ച റൂബിൾ നാഗി നിങ്ങളൊരു റോൾ മോഡലാണ്. അഭിനന്ദനങ്ങൾ, ദി റിയൽ ഇൻഫ്ലുവൻസർ.